ഹരേ കൃഷ്ണ. ഭഗവാന്റെ നരസിംഹ അവതാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിരണ്യകശിപു കോപത്തോടുകൂടി തൂണിൽ ആഞ്ഞു പ്രഹരിച്ചപ്പോൾ ആ തൂണ് രണ്ടായി പിളരുകയും അതിൽ നിന്നും പകുതി മനുഷ്യനും പകുതി സിംഹവുമായി ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അതായിരുന്നു ഭഗവാന്റെ നരസിംഹരൂപം. പിന്നീട് നടന്നത് ഘോര യുദ്ധമായിരുന്നു. അതുകൊണ്ട് 14 ലോകങ്ങളും വിറങ്ങലിച്ചു. ഹിരണ്യകശിപുവിനെ പരാജയപ്പെടുത്തി ഭഗവാൻ അവനെ വധിക്കാൻ ഒരുങ്ങി. ഹിരണ്യകശിപു ചോദിച്ച വരങ്ങൾ പ്രകാരമായിരുന്നു ഭഗവാൻ അവനെ വധിച്ചത്. വധിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ഇപ്രകാരം അവനോട് പറഞ്ഞു: ഞാൻ ദേവഗന്ധർവ കിം പുരുഷാദികളുമല്ല, മനുഷ്യനുമല്ല, മൃഗവുമല്ല. ഗൃഹത്തിന് അകത്തു വെച്ചോ വെളിയിൽ വെച്ചോ നിന്നെ ഞാൻ വധിക്കുകയില്ല. ഉമ്മറപ്പടിയിൽ വെച്ചാണ് നിന്നെ ഞാൻ വധിക്കുവാൻ പോകുന്നത്. ആകാശത്തിലോ ഭൂമിയിലോ ജലത്തിലോ വെച്ച് നിന്നെ ഞാൻ വധിക്കുകയില്ല. എന്റെ മടിയിൽ കിടത്തിയാണ് നിന്നെ ഞാൻ വധിക്കുവാൻ പോകുന്നത്. അസ്ത്രമോ ശസ്ത്രമോ നിന്നെ വധിക്കുവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുകയില്ല. എന്റെ കൂർത്ത നഖങ്ങളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാത്രിയോ പകലോ അല്ല, ത്രിസന്ധ്യാസമയമാണ്. അങ്ങനെ ഹിരണ്യകശിപു ചോദിച്ച വരങ്ങൾ കൊണ്ട് തന്നെ ഭഗവാൻ അവനെ വധിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.